നമസ്കാരം, എല്ലാവർക്കും രശ്മി സെരിൻ റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കാണാം. റാഗി ദോശയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു ദോശയാണ്, പക്ഷെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളൊരു ദോശയും കൂടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് അരക്കപ്പ് മുഴുവൻ ഉഴുന്നെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് ഉഴുന്ന് കുതിരാനായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു വെക്കാം. ഞാനിവിടെ 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ല വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ, കാരണം നമ്മൾ ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഉഴുന്ന് അരച്ചെടുക്കുന്നത്. ഇനി ഇത് ഒരു 6 മണിക്കൂറൊക്കെ കുതിരാനായിട്ട് മാറ്റി വെക്കാം. അതിൽ കൂടുതൽ സമയം കുതിർന്നാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ കുതിർന്നതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് അരച്ചെടുത്താലും മതി. ഉഴുന്ന് തണുത്തിരിക്കുകയാണെങ്കിൽ അരച്ചെടുക്കുന്ന സമയത്ത് ചൂടാകാതെ കൂടുതൽ നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതിപ്പോൾ നമ്മൾ കുതിരാൻ വെച്ചിരുന്ന ഉഴുന്നാണ്, നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉഴുന്ന് കുതിരാനായിട്ട് വെച്ചിരുന്ന വെള്ളം കൂട്ടി തന്നെ അരച്ചെടുക്കുകയാണെങ്കിൽ ദോശ പൊങ്ങി വരാനായിട്ട് നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ഈ വെള്ളം തന്നെ എടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി ഈ വെള്ളം എടുക്കുന്നില്ലെങ്കിൽ ഇത് ഊറ്റിക്കളഞ്ഞിട്ട് വേറെ നല്ല വെള്ളം എടുത്തിട്ട് അരച്ചെടുത്താലും മതി. ഇപ്പോൾ ഉഴുന്നിൻ്റെ ആ ഒരു ലെവലിൽ മാത്രം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ ഉഴുന്ന് നന്നായിട്ട് തന്നെ നമുക്ക് അരഞ്ഞു കിട്ടും. ബാക്കിയുള്ള വെള്ളം നമുക്ക് പിന്നെ ചേർത്തിട്ട് കലക്കിയെടുത്താൽ മതി. ഉഴുന്നിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ദോശ പൊങ്ങാനായിട്ട് വെക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ദോശ ഞാൻ റാഗി പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഉഴുന്ന് അരച്ചിരിക്കുന്ന അതേ ജാറിലേക്ക് തന്നെ 2 കപ്പ് റാഗി പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പൊടിക്കാത്ത മുഴുവൻ റാഗി വെച്ചിട്ടുള്ള ദോശ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്ന് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. ഇതിപ്പോൾ റാഗി പൊടി വെച്ചിട്ടുള്ള ദോശയാണ്. ജാറിലേക്ക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉഴുന്ന് കുതിർത്ത് വെച്ചിരുന്ന വെള്ളം ബാക്കി ഉണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ റാഗിപ്പൊടി ഒന്ന് നമുക്ക് കലക്കിയെടുക്കാം. ജാറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കലങ്ങി കിട്ടും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 2 സെക്കൻഡ് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് നേരത്തെ ഉഴുന്ന് അരച്ച് വെച്ചിരിക്കുന്ന ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അടിക്കണം എന്നില്ലെങ്കിൽ ഇതേപോലെ ഈ ഉഴുന്ന് അരച്ചതിലേക്ക് തന്നെ പൊടിയിട്ടിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കട്ടകൾ ഉടച്ചെടുക്കാൻ പാടാണ്, അതുകൊണ്ടാണ് ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അവസാനം വേണമെങ്കിൽ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ മാവ് പൊളിച്ചു വരാൻ എളുപ്പമുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നല്ല ചൂടുള്ള ഒരു സ്ഥലത്ത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. അടുപ്പിൻ്റെ അടുത്തൊക്കെ നമ്മൾ ദോശ പൊങ്ങാനായിട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് പൊങ്ങി വരുന്നില്ല. ഇനി അതല്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് അടിഭാഗം തട്ടാത്ത രീതിയിൽ ഇതേപോലെ ഒന്ന് മാവ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ മാവ് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. ഇതിപ്പോൾ മാവ് കലക്കി വെച്ചതിന് ശേഷം 5 മണിക്കൂറായിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഉപ്പ് ചേർക്കാതെയായിരുന്നു മാവ് കലക്കി വെച്ചിരുന്നത്. അതുകൊണ്ട് ഇതിലേക്കൊരു 3/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് മൊത്തത്തിൽ നിന്ന് കലക്കിയെടുത്താൽ മതി. മാവ് കൂടുതൽ സമയം ഇരുന്ന് പുളിക്കുകയാണെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ഉപ്പിൻ്റെ അളവിലും വ്യത്യാസം വരും. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ചെയ്യണം. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ദോശക്കല്ല് ചൂടാക്കി എടുത്തിട്ടുണ്ട്. കാസ്റ്റ് അയണിൻ്റെ പാൻ ആണെങ്കിൽ ആദ്യം കുറച്ച് എണ്ണയൊന്ന് തടവുന്നത് നല്ലതായിരിക്കും. ഇനി അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് വട്ടത്തിലൊന്നങ്ങ് പരത്തിയെടുക്കാം. നമുക്ക് നൈസായിട്ടുള്ള ദോശയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ കുറച്ച് കട്ടിക്ക് പരത്തിയെടുത്തിട്ട് അടപ്പ് വെച്ച് അടച്ചു വെച്ചിട്ട് അങ്ങനെയും വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് കനം കുറച്ചിട്ടാണ് പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ദോശ ഒന്ന് വെന്ത് വരാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ആ ഭാഗം ഒന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ദോശ പ്ലേറ്റിലേക്ക് മാറ്റാം. കാസ്റ്റ് അയണിൻ്റെ പാനിന് പകരമായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിലും കനം കുറച്ചിട്ട് നമുക്ക് എണ്ണയില്ലാതെ തന്നെ കൂടുതൽ ദോശ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഹെൽത്തി ഫാറ്റ് ആയിട്ടുള്ള നെയ്യൊക്കെ കുറച്ച് ചേർക്കുകയാണെങ്കിൽ ദോശ കുറച്ചും കൂടി ഒന്ന് ഹെൽത്തി ആക്കിയിട്ട് നമുക്ക് കഴിക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ദോശയും ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരളവിൽ പൊടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 15 ദോശ വരെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഉഴുന്നെടുക്കുന്ന സമയത്ത് 3/4 കപ്പ് വരെ ഉഴുന്നെടുത്താലും കുഴപ്പമില്ല. അതുപോലെ ദോശമാവ് കലക്കിയെടുക്കുന്ന സമയത്ത് കൂടുതൽ ലൂസായി പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് പൊടി ചേർത്തിട്ട് കലക്കിയെടുത്താൽ മതി. പാകത്തിന്
കലക്കിയെടുത്താൽ മതി. അപ്പോൾ ഉഴുന്ന് കുതിർത്തിയത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ എടുത്തു വെക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ പൊടിയും കൂടെ ചേർത്തിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ദോശ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്കിത് ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ എഴുതണേ. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണം. കൂടെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം. അപ്പോൾ ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.